ഹരേ കൃഷ്ണ. ലങ്കാലക്ഷ്മി മോക്ഷമാണ് ഞാനിവിടെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരും ഏകൻ തവാന്തികെ. കാരണം ഹനുമാനോട് ലങ്കാലക്ഷ്മി പറയുന്ന ഭാഗമാണ് ഇത്. ഇനി ബാക്കി ഭാഗമാണ് പാരായണം ചെയ്യുവാൻ പോകുന്നത്. കലകം അവനോട് ചടുതി തുടരുമളവെത്രയും കാതിരയായി വരും നീ എന്നു നിർണയം. രണനിപുണനോട് ഭവതി താഠനവും കൊണ്ടു രാമദൂതനു നൽകണം അനുജ്ഞയും. അവനോട് എതിർക്കുമ്പോൾ നീ ഭയപ്പെട്ടു പോകുമെന്നും ആ യുദ്ധവീരൻ്റെ അടികൊള്ളേണ്ട അവസ്ഥ നിനക്ക് വന്നു ചേരുമെന്നും അപ്പോൾ ആ രാമദൂതന് ലങ്കയിൽ കടക്കാൻ അനുവാദം നൽകണമെന്നും ബ്രഹ്മദേവൻ എന്നോട് കൽപ്പിച്ചിരുന്നു. ഇത് ലങ്കാലക്ഷ്മി ഹനുമാനോട് പറയുകയാണ്. ഒരു കവിയോടൊരു ദിവസം അടിച്ചടുതി കൊള്ളുക നീ ഓടി വാങ്ങിക്കൊള്ളുകെന്ന് വിരിഞ്ചനും കരുണയോട് ഗത കപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിവിടം പല കാലവും. അഷ്ടലക്ഷ്മികളിൽ ഒരാളായ വിജയലക്ഷ്മിയാണ് ഞാൻ. ബ്രഹ്മദേവന്റെ ശാപം മൂലം രാക്ഷസിയായി ലങ്കാ നഗരത്തിൻ്റെ കാവൽക്കാരിയായി തീർന്നു. എന്നെങ്കിലും ഒരിക്കൽ രാമകാര്യത്തിനായി വരുന്ന വാനരൻ നിന്നെ പ്രഹരിക്കുമെന്നും അന്ന് നിനക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും ബ്രഹ്മാവ് പറഞ്ഞിരുന്നു. വളരെ കാലമായി രാവണന്റെ ലങ്കാപുരിയും കാത്ത് ഞാൻ ഇവിടെ കഴിഞ്ഞു വരുന്നു. രഘുപതിയോടിനി ഒരിടരൊഴികെ നടകൊള്ളുക നീ ലങ്കയും നിന്നാൽ ജിതയായി നിന്നടോ. നിഖില നിശചര കുലപതിക്കു മരണവും നിശ്ചയം ഏറ്റവടുത്തു ചമഞ്ഞിതു. ഭഗവതനുചര ഭവതു ഭാഗ്യം ഭവാനിനി പാരാതി ചെന്ന് കണ്ടിടുക ദേവിയേ. ശ്രീരാമകാര്യാർത്ഥം നീ ധൈര്യമായി പോവുക. ലങ്കാലക്ഷ്മിയെ നീ ജയിച്ചിരിക്കുന്നു. രാവണന്റെ അന്ത്യം അടുത്തെന്ന കാര്യം നിശ്ചയമായി. വരരശ്രേഷ്ഠ, അങ്ങ് എത്രയും പെട്ടെന്ന് സീതാദേവിയെ ചെന്ന് കണ്ടാലും. ത്രിദശ കുലരിപുദശ മുഖാന്തപുരവരെ ദിവ്യലീലാവനെ പാദവസംകുലേ നവകുസുമ ഫലസഹിത വിടവിയുത ശിംശപാ നാമ വൃക്ഷത്തിൻ ചുവട്ടിൽ അതിശുച നിശിചരികൾ നടുവിലടലുടുമരു വീടുന്നടോ.